ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മാഷ്മെല്ലോ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ് മാഷ്മെല്ലോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിന് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഒരു കപ്പിൻ്റെ 1/3 ഭാഗമാണ് കേട്ടോ എടുത്തേക്കുന്നത്. വളരെ കുറച്ച് വെള്ളം മാത്രം മതി. ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസാണ് ജലാറ്റിൻ. 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ മിക്സ് തയ്യാറാക്കാം. ആദ്യം ഒരു ട്രേയോ ബൗളോ എടുത്ത് ഓയിൽ അപ്ലൈ ചെയ്ത് ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം മറ്റൊരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഷുഗർ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ച ബൗളിലേക്ക് ഒരൽപ്പം ഇട്ട് എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ചൂടാക്കാനായി വെക്കുന്നുണ്ട്. അത് തിളച്ച് വരുമ്പോഴേക്കും 1 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ മെൽറ്റായി നല്ല തിക്കായി തന്നെ കിട്ടണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരൽപ്പം പോലും കരിയാൻ പാടില്ല. നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിക്കായി വരുമ്പോഴത്തേക്കും ഒരൽപ്പം എടുത്ത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം. ഇതുപോലെ കട്ടിക്കാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ശരിയായ രീതിക്ക് തന്നെ ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ ആദ്യം നമ്മൾ കുതിർക്കാനായി വെച്ചിരുന്ന ജലാറ്റിനിലേക്ക് കുറേശ്ശെയായി ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ബീറ്റർ വാങ്ങിയിട്ട് 4 വർഷത്തോളമായി. ഇതുവരെ ഒരു കേട് സംഭവിച്ചിട്ടില്ല. അതിൻ്റെ വിലയാണെങ്കിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ്. 800 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് ഞാൻ നല്ല കട്ടിയാക്കി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി മൂവ് ചെയ്യാനായിട്ട് നല്ല പാടാണ്. അപ്പോൾ ആ ഒരു പരുവം വരെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഇത് കട്ടിയാകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഷുഗർ മിക്സ് പുരട്ടി വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഇത് കുറേശ്ശെയായിട്ട് ഒഴിക്കാം. ഇപ്പോൾ ഞാൻ പകുതിയോളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഡിസൈൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം കളറൊന്നും ചേർക്കാതെ തന്നെ ഞാൻ പകുതിയോളം ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. ബാക്കി പകുതിയിലേക്ക് റെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരുപാട് ഇത് തണുത്ത് പോകുന്നതിന് മുൻപ് തന്നെ നമുക്കിത് സെറ്റാക്കാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് അതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കറക്റ്റ് റെഡ് കളറല്ല, ഒരു റോസ് കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലെയറും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ചൂടൊന്ന് മാറുമ്പോൾ തന്നെ ഇത് കട്ടിയാകും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായി ഒന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇത് കട്ടിയായിട്ടുണ്ടെങ്കിലും ഒരു 3-4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതെടുക്കുമ്പോൾ ഒരു ഒട്ടിപ്പിടിക്കലുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ മിക്സ് ഇട്ട് കൊടുക്കുന്നത്. ബൗളിൻ്റെ വശങ്ങളിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ഷുഗർ മിക്സ് ഇട്ട് കൊടുത്ത് തന്നെ ഇതിനെ ബൗളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. മാഷ്മെല്ലോ നല്ല കാണാനൊക്കെ നല്ല ഭംഗിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിലൂടെയാണ് എൻ്റെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തേണ്ടത്. അപ്പോൾ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ബാലൻസായിട്ട് കുറച്ചുകൂടി ഉണ്ടായിരുന്ന ഷുഗർ പൗഡർ വീണ്ടും ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. കടയിൽ നിന്ന് വാങ്ങുന്ന മാഷ്മെല്ലോയും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഷുഗർ മിക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ മാഷ്മെല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മക്കൾക്കായിട്ട് ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ പൊടിമോന് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ മാഷ്മെല്ലോ. ഷോപ്പിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ട്. അപ്പോൾ പല കളറിലായിട്ട് പല ഷേപ്പിലൊക്കെ ഇരിക്കുന്ന ഒരു മാഷ്മെല്ലോ കാണുമ്പോഴത്തേക്ക് അവൻ എന്നോട് വാങ്ങിത്തരാനായിട്ട് എപ്പോഴും നിർബന്ധം പിടിക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം അവനോട് പറഞ്ഞു, വീട്ടിൽ ഉമ്മി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ അതവന് ഇഷ്ടപ്പെട്ടു. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അത് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ബൈ ബൈ.